ഞാൻ സാധാരണ ചെയ്യുന്ന ക്യാരക്ടറാണ് അർജുൻ ചെയ്തിരിക്കുന്നത്, അർജുൻ സാധാരണ ചെയ്യുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ പടം കണ്ടവരൊക്കെ അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുന്നത്. ഹലോ, സാധാരണ തമിഴിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ചോക്ലേറ്റ് മേജർ ഓർഡേഴ്സ് ഒക്കെയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇതില് പോറില് ക്യാരക്ടർ കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് ഇച്ചുണ്ടാക്കുന്ന കൈൻഡ് ഓഫ് സീൻസ് ഉണ്ട്. സോ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു ക്യാരക്ടർ ലെവലിൽ പോറ് ചൂസ് ചെയ്യുന്നത്. മെയിൻലി ഈ മൂവി ചൂസ് ചെയ്യാൻ കാരണം അത് തന്നെയായിരുന്നു. കാരണം എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി, സെയിം സാധനം തന്നെ പിന്നെയും ചെയ്ത്. അർജുൻ ഇത് നേരത്തെ ഞാൻ ചെയ്ത ക്യാരക്ടർ ഈ പടത്തിൽ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും ഒരു റോൾ റിവേഴ്സിലായിരുന്നു. ഞാൻ സാധാരണ ചെയ്യുന്ന ക്യാരക്ടറാണ് അർജുൻ ചെയ്തിരിക്കുന്നത്, അർജുൻ സാധാരണ ചെയ്യുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണിപ്പോ പടം കണ്ടവരൊക്കെ അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുന്നത്. സോ അതിൽ സന്തോഷമുണ്ട്. ആൻഡ് ഡയറക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഷോസ് കുറവാണ് ഇവിടെ. സോ പടം കണ്ട് വേർഡ് ഓഫ് മൗത്തിൽ ഇനിയും ഷോസ് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ പോരിലും കാലിക്ക് കുറേ ഹാർട്ട് ലവ് ഫുള്ളും ഉണ്ട്, അത്രയും ഉണ്ട്. ഫുൾ ഫൈറ്റ്, ലവ്, കോമഡി എല്ലാം ഫുൾ പാക്കേജ്. വിജയ്, വാസിന് ശേഷം ഏറ്റവും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പോറിനെ കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പൊ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉള്ള യങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പടം, അങ്ങനെ ഐഡിയ ഫസ്റ്റ് മനസ്സിൽ പോരെഴുതുമ്പോൾ? ഡെഫിനറ്റ്ലി അത് അങ്ങനെ ആലോചിച്ചിട്ട് തന്നെയാണ് റൈറ്റിംഗിൽ നിന്ന് എക്സിക്യൂഷൻ വരെ we kept that approach in mind. That we wanted to make a film for the youth, and we wanted to say it in a way where they will connect to it more. So with all the commercial trappings and making sure that it is still somewhere rooted in reality, but make it more entertaining and fun, because it's being made for the youth. It's made for the college audience.